ഒരുപാട് മക്കൾ കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ? എല്ലാവർക്കും അറിയാം, ഏപ്രിൽ 24 മുതൽ 28 വരെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈൻ മോഡായിട്ടാണ് എക്സാം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5 മണി വരെ ആയിരിക്കും ഇപ്രാവശ്യം എക്സാം. ഈ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് എല്ലാ മക്കൾക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാത്തതുണ്ട്. അതിപ്പോൾ മക്കൾ പേഴ്സണൽ ആയിട്ടാണെങ്കിലും ക്ലാസ്സിൻ്റെ ചാറ്റ് ബോക്സിലാണെങ്കിലും ചോദിക്കുന്ന ഡൗട്ടുകൾക്ക് ഉത്തരം നൽകാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് സാറ് വന്നിട്ടുള്ളത്. അതിൽ കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റുമോ സാറേ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒറ്റ വാക്കിൽ അതിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ നോ കാൽക്കുലേറ്റർ. സമാധി, ഹാപ്പി ഇല്ലേ? അതായത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല മക്കളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീം എക്സാമിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ബോർഡ് എക്സാമിനാണെങ്കിൽ കൂടി കാൽക്കുലേറ്റർ വെച്ച് എക്സാം ചെയ്ത് ഒരുപാട് മക്കളുണ്ടായിരിക്കാം. ലോഗരിതമിക് ടേബിൾ ആണെങ്കിലും കാൽക്കുലേറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് സാറേ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 90 മിനിറ്റോളമാണ് നമ്മുടെ സമയം വരുന്നത്. പിന്നെ എങ്ങനെ ക്രാക്ക് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലും മക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റായിരുന്നില്ല. നിങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെയാണ് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്തിട്ട് കീം എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ഒരു കോൺഫിഡൻസ് എക്സാമിനർ ഫാമിലി തരും. എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് എക്സാമിനർ കൂടെ തന്നെ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോർ പ്രാക്ടീസ് മോർ പെർഫെക്ഷൻ. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആ കാൽക്കുലേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത് സാറിനെ വിശ്വസിച്ചോ. നിങ്ങൾക്കറിയാം മാത്സ് എക്സാം എത്രത്തോളം ഈസി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന്. ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ടഫായിട്ട് വന്നിരുന്നെങ്കിലും മാത്സ് എക്സാം നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് എക്സാമിനെ ചോദിച്ചിരുന്നത്. ആ ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെടും. നമ്മൾ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിനറിലെ ക്രാഷ് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കീമായാലും നീറ്റ് ആയാലും അടിപൊളി ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെയാണ് ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൊഡ്യൂൾ വൈസ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസും എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കാൽക്കുലേഷൻ്റെ പ്രശ്നങ്ങളാണ് സോൾവ് ആവും. ഇപ്പോൾ ബാച്ചിൻ്റെ കേസാണെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ വൈസ് ലൈവ് ക്ലാസ്സിലല്ല ഒരുപാട് ഫീച്ചേഴ്സ് കാത്തിരിക്കുന്നുണ്ട്. അത് PDF നോട്ട്സിന്റെ രൂപത്തിലായിക്കോട്ടെ, മൊഡ്യൂൾ വൈസ് വർക്ക്ഷീറ്റിന്റെ രൂപത്തിലായിക്കോട്ടെ, എക്സാംസിന്റെ രൂപത്തിലായിക്കോട്ടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഈ കാൽക്കുലേഷന്റെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സിംപ്ലിഫിക്കേഷൻ ആണോ ഏത് ടോപ്പിക് ആണോ വേണ്ടതെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ശ്രമം നടത്താം. മാത്രമല്ല ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് 100% ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തന്നെ കൊണ്ട് സാറിന് പറയാനായിട്ട് സാധിക്കും. ഇനിയുള്ള കോമൺ ആയിട്ടുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ് കോഡ് ചോദിക്കാറുണ്ട്. നീറ്റ് എക്സാമിൻ്റെ കേസിലുണ്ട് അല്ലേ? നീറ്റ് എക്സാമിന് ഇന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കീം എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവമില്ല. അതായത് ഒരു മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോവാം. ഓവർ കളർഫുൾ ആയിട്ട് പോവാതെ കളർഫുൾ എക്സാം ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. എൻ്റെ മക്കൾ എക്സാമിന് ഡ്രസ്സ് ചെയ്യുന്ന മക്കൾ അങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയും ഫ്രീക്കുമ്പോൾ ഷാഡോ ടൈപ്പ് ഡ്രസ്സൊന്നും ധരിച്ച് പോകില്ല എന്നറിയാം. നോർമലായിട്ട് കാഷ്വലോ ഫോർമലോ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് എക്സാം ഹോളിലേക്ക് കയറി ചെല്ലാം. എക്സാം കളർഫുൾ ആക്കുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് തരും. 2 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത്. ഒന്നാമത്തെ കാര്യം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് കോഡ്, പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ് കോഡില്ല. കാൽക്കുലേറ്ററിൻ്റെ കൂടെ തന്നെ ലോഗരിതമിക് ടേബിളും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് മൈൻഡിൽ കണക്ട് ചെയ്തുകൊണ്ട് പോവുക. അടുത്തതായിട്ട് ഞാൻ പറയാനുള്ളത്, ഇതുപോലെ ഇഷ്ടം പോലെ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ചെറിയ ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ സാറിന് Instagram ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മെസ്സേജ് അയക്കുക, ഫോളോ ചെയ്ത് വയ്ക്കുക. അതുപോലെ വീണ്ടും പറയുന്നു മക്കളെ, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ക്രാഷ് ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കൾ വേഗം തന്നെ എത്രയും പെട്ടെന്ന് കീം ക്രാക്ക് ചെയ്യണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്തോ. എക്സാമിനർ ഫാമിലി കൂടെ തന്നെയുണ്ട്. അപ്പോൾ കീമായാലും നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് ഓൾ ദി ബെസ്റ്റ്.